ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ ഡിഷ് ആയിട്ടാണ് വന്നത്. സുക്കിനി ഈ വെജിറ്റബിൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു നല്ല മസാല തയ്യാറാക്കാം. ചപ്പാത്തിക്കെല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ വെജിറ്റേറിയൻ കറി. ഈ സുക്കിനി ഉപയോഗിച്ച് എങ്ങനെ ഈ കറി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ഇതാണ് ഈ സുക്കിനി എന്ന് പറയുന്ന വെജിറ്റബിൾ. ഇതൊരു 1/2 കിലോനാണ്. ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഓണിയൻ ചോപ്പ് ചെയ്തത്, ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ഒരു 4 ചില്ലി സ്ലൈസ് ചെയ്ത് വെച്ചത്, ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു പിഞ്ച് ചില്ലി പൗഡർ, ചെറിയ ജീരകത്തിന്റെ പൗഡറാണത്. പിന്നെ അടുത്തത് വേണ്ടത് പെപ്പറാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ഇതെങ്ങനെ നോക്കാം. ഒരു കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ജിഞ്ചർ ഗാർലിക്, ഓണിയൻ സ്ലൈസ് ചെയ്തത് എല്ലിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരൽപ്പം സോൾട്ട് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ സ്ലൈസ് ചെയ്ത ടൊമാറ്റോവും ചില്ലി എല്ലാം ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സുക്കിനിയും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ചെറിയ ജീരകത്തിന്റെ പൗഡർ, ടർമറിക് ഇതെല്ലാം ഇട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരൽപ്പം വെള്ളം ഒഴിച്ച് ചെറിയ ഫ്ലെയിമിൽ 4 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ സുക്കിനി റെഡിയായി കിട്ടും. അങ്ങനെ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഗ്രേവിയൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് നന്നായി ഉടച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിന്റെ ഒരു തിക്കി ഗ്രേവിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരൽപ്പം സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സുക്കിനി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരൽപ്പം മല്ലിയിലിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ചപ്പാത്തിക്കെല്ലാം നല്ല കോമ്പിനേഷനാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത പുതിയ റെസിപ്പിയായി കാണുന്നത് വരെ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.